പ്രധാനമായിട്ടും ചിന്തിച്ചത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ ആദ്യത്തെ വിഷയത്തോട് ചേർത്താണ് കർത്താവിൻ്റെ ഭൂതകാല വെളിപാട് അഥവാ പൂർവ്വ അസ്തിത്വം. അതിനോട് ചേർത്ത് നമ്മൾ കണ്ട ആദ്യത്തെ കാര്യം കർത്താവിൻ്റെ ഭൂതകാല നിത്യതയിലെ കർത്താവിൻ്റെ അസ്തിത്വം. രണ്ട്, ദ ഓൾഡ് ടെസ്റ്റമെന്റ് ഹിസ്റ്ററി. പഴയ നിയമ ചരിത്രത്തിൽ, പഴയ നിയമ പുസ്തകത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വിവരണമാണ്. അതിൽ നമ്മൾ ഒടുവിൽ ചിന്തിച്ചത് അബ്രഹാമിൽ ദൈവം സകല ജാതികളെയും അനുഗ്രഹിക്കുന്ന കാര്യമാണ്. ഇവിടെ മത്തായി സുവിശേഷം 1-ാം അധ്യായം ആരംഭിക്കുമ്പോൾ ഒരു വംശാവലി പറയുന്നുണ്ട്, അല്ലേ? 1-ാം അധ്യായത്തിലൊരു വംശാവലി, ജീനിയോളജി അവിടെ പറയുന്നു. നമ്മളത് ശ്രദ്ധിക്കാറില്ല. ശ്രദ്ധിക്കുന്നവരുണ്ടാവും. ഈ കുടുംബ പ്രാർത്ഥനയിലാണെങ്കിലും ഈ 1-ാം അധ്യായം വരുന്നെന്നാ പറയും, മക്കളെ അത് വായിക്കണ്ട, അല്ലേ? അത് വായിക്കണ്ട. പ്രത്യേകിച്ചും ആദ്യത്തെ ഒരു വാക്യം കഴിയുമ്പോൾ ആ സംഗതി അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി, അല്ലേ? അങ്ങനെയല്ലേ തുടങ്ങുന്നത്? അത് 1-ാം വാക്യത്തിലാണ് അത് കാണുന്നത്. പിന്നെ പറയുന്നത് എന്താണെന്നറിയാം? ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, 18 മുതലുള്ള വാക്യം വായിക്കും, അല്ലേ? അങ്ങനെയല്ലേ കുടുംബ പ്രാർത്ഥന? കാരണം ഇതിനിടയ്ക്കുള്ള പേരുകളൊക്കെ വായിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. വായിക്കാനെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉച്ചരിക്കാൻ, പ്രൊനൗൺസ് ചെയ്യാൻ വളരെ പ്രയാസമുള്ള പേരുകളാണ്. എന്നാൽ ഇവിടെ ഞാൻ ഇതിൽ നിന്ന് ഒരുപാട് പഠിക്കാൻ ശ്രമിക്കുകയും എഴുതുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഒരു സഹോദരൻ, അത് അങ്കമാലിലാണ്, അദ്ദേഹം വന്ന് പറഞ്ഞ പോലെ ആദ്യമായിട്ട് എങ്ങനെ ഒരു സംഭവം ഈ ജീനിയോളജി വംശാവലിയിൽ നിന്നൊരു പ്രസംഗം കേൾക്കുന്നത് എന്ന് പറയുകയുണ്ടായി. ഇതിനകത്ത് സുവിശേഷമാണ്. ഈ വംശാവലിക്കകത്ത് വ്യക്തമായ സുവിശേഷം ഉണ്ട്. ഈ വംശാവലി ആരിലാ തുടങ്ങുന്നത്? അബ്രഹാം. പിന്നെ ആളുടെ പേരാ പറയുന്നത്? ദാവീദ്. അടുത്ത് പറയുന്ന ആളുടെ പേരാ യേശു ക്രിസ്തു. എന്താ ഇതിന്റെ കാരണം? 17-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഇങ്ങനെ തലമുറകൾ അബ്രഹാം മുതൽ ദാവീദ് വരെ 14, പിന്നെ ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം 14, പിന്നെ ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവോളം 14. ഇങ്ങനെ 14ആയിട്ട് തിരിച്ചാണ്, 14 വംശാവലികളായിട്ട് തിരിച്ചാണ്. എന്താ ഇതിന്റെ കാരണമെന്നറിയാം? ഇതിന്റെ കാരണം യേശു ക്രിസ്തുവിന്റെ രാജകീയ വംശാവലിയാണ് ഈ പറയുന്നത്. കർത്താവിന്റെ രാജകീയ വംശാവലി പറയുന്നത് കൊണ്ടാണ് അബ്രഹാം കഴിഞ്ഞിട്ട് ദാവീദും, ദാവീദ് കഴിഞ്ഞിട്ട് ക്രിസ്തുവും എന്ന് പറയും. ഇനിയും വേറെ ഒരു ഭാഗത്തെ യേശു ക്രിസ്തുവിന്റെ വംശാവലി പറഞ്ഞിട്ടുണ്ട്. ഇത്രയുമല്ല, അങ്ങ് ദീർഘമായൊരു വംശാവലി പറയുന്നു. അത് കണ്ടോ? അതെവിടാ? ലൂക്കോസ് സുവിശേഷം 3-ാം അധ്യായത്തിലാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോ? അത് യേശുക്രിസ്തുവിൽ തുടങ്ങി പുറകോട്ട് പോവുക. കർത്താവായ യേശുക്രിസ്തുവിൽ തുടങ്ങി പിന്നോട്ട് പോയി എവിടെ വരെ? ആദാം മുതൽ ആദാം വരെ ചെന്ന് നിൽക്കുക. യേശുക്രിസ്തുവിൽ തുടങ്ങി ആദാമിൽ ചെന്ന് നിൽക്കുന്ന വംശാവലിയാണ് ഏത്? ലൂക്കോസ് 3-ലെ. അത് ഒടുവിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന എന്താ? ആദാം ദൈവത്തിന്റെ മകൻ.
അവിടെ യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വം വ്യക്തമാക്കാൻ വേണ്ടിയുള്ള വംശാവലിയാണ്. ലൂക്കോസ് സുവിശേഷകൻ എഴുതുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വമാണ്. മത്തായി എഴുതുന്നത് യേശു ക്രിസ്തു രാജാവാണ്. അപ്പം ഒരാള് രാജകീയ വംശാവലി, മറ്റേത് മനുഷ്യനിൽ ചെന്ന് അവസാനിപ്പിക്കുന്ന വംശാവലിയുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് വംശാവലികളും നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു വലിയ സത്യമുണ്ട്. എന്താ? യേശു ക്രിസ്തു മനുഷ്യ ചരിത്രത്തിലേക്ക് പ്രവേശിച്ചു എന്നുള്ളതാണ്. യേശു ക്രിസ്തു മനുഷ്യ ചരിത്രത്തിലേക്ക് പ്രവേശിച്ചു. അതാണ് ഈ പഠനത്തിലെ മൂന്നാം ഭാഗം. ഒന്ന് പൂർവകാല അസ്തിത്വം, അല്ലേ? പിതാവായ ദൈവത്തോടൊപ്പം ലോകസ്ഥാപനത്തിനു മുമ്പേ യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന അസ്തിത്വം. രണ്ട്, പ്രീ എക്സിസ്റ്റൻസ് ഓഫ് ക്രൈസ്റ്റ്. രണ്ടാമത്തത് എന്താണ്? പഴയ നിയമ ചരിത്രത്തിൽ ക്രിസ്തു. ഉൽപ്പത്തി മുതൽ മലാഖി പ്രവചനം വരെയുള്ള ഭാഗങ്ങളിൽ പറയുന്ന കർത്താവായ യേശു ക്രിസ്തു. ഇവിടെ ഒരു കാര്യം ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. ഈ പഴയ നിയമത്തിൽ പ്രവാചകന്മാരാകട്ടെ മറ്റെഴുത്തുകാരാകട്ടെ അവരൊക്കെ എഴുതിയതെല്ലാം യഹൂദന്മാർ ധരിച്ചു വെച്ചത് ഒറ്റ വീക്ഷണത്തിലാണ്. ഒരേ ഒരു കാഴ്ചപ്പാടാണ് അവർ കണ്ടത്. എന്താ? രാജാവായിട്ട് വരുന്ന ക്രിസ്തു. പ്രത്യേകിച്ചും യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിലെ ആളുകൾ പഠിച്ചതും പഠിപ്പിച്ചതും ആരെയാണെന്നറിയാം? ആരെയാ? രാജാവായി വരുന്ന യേശുക്രിസ്തുവാണ്. അതിന് കാരണം യേശുക്രിസ്തു ചരിത്രത്തിലേക്ക് വരുമ്പോൾ യഹൂദന്മാർ റോമൻ ആധിപത്യത്തിന് കീഴിലാണ്. ആ കാലഘട്ടത്തിൽ ഇവര് ഒരുപാട് സഹിച്ചു. അവിടേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഒരു വസ്തുത പറയട്ടെ. മലാഖി പ്രവചനം കഴിഞ്ഞിട്ട് മത്തായി സുവിശേഷം ആരംഭിക്കുന്നത് വരെയുള്ള കാലഘട്ടം, ഇതിനിടയ്ക്ക് ഒരു പേജ് ഇങ്ങനെ ഇട്ടില്ലേ, ഒരു വെള്ള പേപ്പർ ഉണ്ടോ? മലാഖി കഴിഞ്ഞിട്ട് മത്തായി സുവിശേഷം തുടങ്ങുന്നതിനിടയ്ക്ക് ഒരു വെള്ള പേപ്പർ. ആ വെള്ള പേപ്പറിൽ എഴുതി വച്ചിരിക്കുന്നത് എന്താ? നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പുതിയ നിയമം. ഈ ഒറ്റ പേപ്പറിനിടയ്ക്ക് എത്ര വർഷമുണ്ടെന്നറിയോ? ഈ ഒരൊറ്റ പേപ്പറിനിടയ്ക്ക് 400 വർഷം. മലാഖി കഴിഞ്ഞ് യേശുക്രിസ്തു ചരിത്രത്തിലേക്ക് വരുന്നതിന് ഇടയ്ക്കുള്ള കാലഘട്ടത്തെ 400 വർഷങ്ങൾ. ഈ 400 വർഷങ്ങളെ അറിയപ്പെടുന്നത് ദ സൈലന്റ് ഇയേഴ്സ് എന്നാണ്. എന്താ? നിശബ്ദ കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. എന്താ നിശബ്ദ കാലഘട്ടം എന്ന ഈ കാലഘട്ടത്തെ വിശേഷിപ്പിക്കാൻ കാരണമെന്നറിയാമോ? മലാഖി കഴിഞ്ഞിട്ട് യേശുക്രിസ്തുവിന്റെ കാലഘട്ടം വരെ, കൃത്യമായി പറഞ്ഞാൽ യോഹന്നാൻ സ്നാപകന്റെ കാലഘട്ടം വരെ ദൈവശബ്ദം ജനം കേൾക്കുന്നില്ല. ദൈവത്തിന്റെ ഏർപ്പാട് ജനത്തോട് ഇല്ല. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തെ സൈലന്റ് ഇയേഴ്സ് എന്നുള്ളത്. ഇനി വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കിയിരിക്കണം. എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ. സാധാരണ സഭകളിൽ നടക്കുന്ന ബൈബിൾ ക്ലാസ്സിൽ ഒന്നും പറയത്തില്ല. ബൈബിൾ സ്കൂളിലൊക്കെ, ബൈബിൾ കോളേജിലൊക്കെ ഇത് പറയുന്നത്. നമ്മളെല്ലാവരും ഇത് മനസ്സിലാക്കി. ഈ കാലഘട്ടത്തിലാണ് ഇസ്രായേൽ ജനം റോമൻ ആധിപത്യത്തിലേക്ക് മാറ്റപ്പെടുന്നു. അപ്പോൾ ഈ റോമൻ ആധിപത്യത്തിൽ നിന്ന് ജനത്തെ രക്ഷിക്കാനുള്ള ഒളിപ്പോരുകൾ നടന്നിട്ടുള്ളത് ഈ 400 വർഷങ്ങളാണ്. ആ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത
യഹൂദ വംശത്തിലെ ഒരു വിഭാഗമായിരുന്നു മക്കാബിയർ എന്ന് പറയുന്നത്. മക്കാബിയർ എന്ന് പറയുന്ന ഒരു സമൂഹം. അവരെന്ത് ചെയ്യുന്നറിയാമോ? ഇസ്രായേൽ ജനം എന്ന് പറഞ്ഞാൽ യഹൂദന്മാരാണെന്ന് പൊതുവെ അറിയാം. യഹൂദന്മാർക്ക് റോമൻ ആധിപത്യത്തിൽ നിന്ന് വിമോചനം കിട്ടാൻ വേണ്ടി ഇവർ ഒളിപ്പോരുകൾ മാത്രമല്ല പരസ്യമായിട്ടും യുദ്ധങ്ങൾ നടത്തി. എന്നാൽ ജനത്തിന് എന്ത് കിട്ടിയില്ല? സ്വാതന്ത്ര്യം കിട്ടിയില്ല. ഇവർ ഈ അടിമത്തത്തിൽ കിടന്ന് കഷ്ടപ്പെടുക. സുവിശേഷങ്ങൾ വായിച്ചാൽ നമുക്കറിയാം. സുവിശേഷങ്ങളിൽ മാത്രമല്ല, ഈ റോമൻ ഗവൺമെന്റിന്റെ യഹൂദ ജനത്തോടുള്ള മനോഭാവം വളരെ ക്രൂരമാണ്. ഭീകരമായിട്ടുള്ള ഏർപ്പാടായിരുന്നു അവരോട് ഉണ്ടായത്. നമ്മളിപ്പോൾ പറയാറുണ്ടല്ലോ, പത്രമൊക്കെ വായിക്കുന്നവർക്കറിയാം, രണ്ടാം പൗരന്മാർ. അത് പിന്നെ ഒരു കൂട്ടർക്ക് എന്താ പരിഗണനയുണ്ട്, മറ്റുള്ളവരെ എന്ത് ചെയ്യുക? അവഗണിക്കുക. ഇതുപോലെ അവഗണിക്കപ്പെട്ട ഒരു വിഭാഗമായിരുന്നു യഹൂദജനത്തിന്റെ അക്കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പീഡനങ്ങളൊക്കെ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഗ്രന്ഥങ്ങൾ ഈ മലാഖിക്കും മത്തായി സുവിശേഷത്തിനും ഇടയ്ക്കുള്ള ഈ ഒരു പേപ്പറില്ലേ, ഈ ഒരു പേപ്പറിന്റെ കാലഘട്ടത്തിൽ ഒത്തിരി പുസ്തകങ്ങൾ ഇറങ്ങിയിട്ട് ആ പുസ്തകങ്ങളെയാണ് അപ്പോക്രിഫ പുസ്തകങ്ങളെന്ന് അറിയപ്പെടും. ആ പുസ്തകങ്ങളിൽ പ്രധാനമായും എഴുതിയിരിക്കുന്ന എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ ജനം അടിമത്തത്തിലാണെന്നും ഈ അടിമത്തത്തിൽ നിന്ന് അവരെ വിടുവിക്കാൻ വേണ്ടി ഒരു രാജാവ് പിറക്കും. ആ രാജാവ് ഈ യഹൂദ ജനത്തിന് എന്ത് കൊടുക്കും? വിമോചനം കൊടുക്കും. ഇതാണ് ഇവരുടെ തലേ കയറ്റി വച്ചിരിക്കുന്നത്. അതാണ് പഴയ നിയമത്തിൽ നിന്ന് ഇവരെന്ത് ചെയ്തെന്നറിയാമോ? യേശുക്രിസ്തുവിന്റെ മഹത്വത്തോടുകൂടെയുള്ള പ്രത്യക്ഷത എല്ലാം ജനത്തെ പഠിപ്പിച്ചു. കർത്താവ് രാജാവായി വരുന്നതും ഭൂമിയിൽ വാഴുന്നതും അന്ന് ഇസ്രായേൽ ജനത്തിന് ലഭിക്കാൻ പോകുന്ന പദവികളും എല്ലാം ഇവരെന്ത് ചെയ്തു? പ്രചരിപ്പിച്ചു. അപ്പൊ ഈ സാഹചര്യത്തിലാണ് ആര് വരുന്നത്? കർത്താവ് വരുന്നത്, യേശുക്രിസ്തു. ഇവരൊരു രാജാവിനെ കാത്തിരിക്കുകയാണ് അല്ലേ? വന്നതാരാണ്? അതെ, ഇസ്രായേൽ ജനത്തിന് വിമോചനം നൽകാൻ വേണ്ടി വരുന്ന രാജാവാണ് യേശുക്രിസ്തു എന്നുള്ള പ്രതീക്ഷ നൽകുക. അപ്പോഴാണ് എവിടാ? കാലിത്തൊഴുത്തിൽ കിടത്തപ്പെട്ടു. അവിടെ എല്ലാം ജനിച്ചത് അവിടെ അല്ല. യേശുക്രിസ്തു ജനിച്ചത് എവിടാ? വഴിയമ്പലത്തിലുമല്ല. വഴിയമ്പലത്തിൽ സ്ഥലം ഇല്ലാഴികയാൽ അപ്പൊ വഴിയമ്പലത്തിലല്ല. വഴിയമ്പലത്തിൽ എന്ത് കിട്ടിയില്ല? ഇടം കിട്ടിയില്ല. പിന്നെ എവിടെ കിടത്തി? പശുത്തൊട്ടിയിൽ കിടത്തി. എവിടാ ജനിച്ചേ? എവിടാന്ന് അറിയത്തില്ല. അതാ ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞ് ഇവര് വലിയ വാരമോടം ഉയർത്തിക്കൊണ്ടൊക്കെ നടക്കുന്നു. ഞാൻ പറഞ്ഞത്, ഇവരുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായ ഒരു യേശുവാണ് ചരിത്രത്തിലേക്ക് പ്രവേശിക്കുന്നത്. അവരാ ബൈബിളിൽ നിന്ന് അഥവാ അവരുടെ തിരുവഴുത്തിൽ നിന്ന് കണ്ടിട്ടുള്ളത് മറച്ചു വെച്ചതാണ്. ആര്? ഈ റബിമാര് പഠിപ്പിച്ച ഗുരുക്കന്മാരെന്ത് ചെയ്തു? മറച്ചു വെച്ചു. 22-ാം സങ്കീർത്തനം അവരെ പഠിപ്പിച്ചില്ല. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം അവരെ പഠിപ്പിച്ചില്ല. എന്നാൽ അവരെ പഠിപ്പിച്ചത് എന്താണെന്നറിയാമോ? യേശു രാജാവായി വരും, യേശു രാജാവായിട്ട് വാഴും. കഷ്ടം അനുഭവിക്കുന്ന ക്രിസ്തുവിനെ ഇവർ കണ്ടിട്ടേ ഇല്ല. അവിടെയാണ് യഹൂദ ജനത്തിന് യേശുക്രിസ്തുവിനെ തിരിച്ചറിയാൻ കഴിയാതെ പോയതിൻ്റെ അടിസ്ഥാനപരമായ കാരണം അതാണ്. അപ്പോൾ
മൂന്നാം ഭാഗം എന്ന് പറയുന്നത് യേശുക്രിസ്തു ചരിത്രത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. എന്താ മൂന്നാമത്തെ ഭാഗം? കർത്താവിൻ്റെ പാസ്റ്റ് മാനിഫെസ്റ്റേഷനിൽ അഥവാ ഭൂതകാല വെളിപാടിൽ മൂന്നാം ഭാഗം എന്താ? കർത്താവ് ചരിത്രത്തിലേക്ക് പ്രവേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളതിങ്ങനെയാ എന്താ? മനുഷ്യാവതാരം മുതൽ ജഡാവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കാലഘട്ടം. അതെന്താ? ക്രിസ്തു ഈ മനുഷ്യ ചരിത്രത്തിലേക്ക് പ്രവേശിക്കുന്ന കാലഘട്ടമാണ്. യേശു ക്രിസ്തുവും മനുഷ്യ ചരിത്രത്തിലേക്കുള്ള കർത്താവിൻ്റെ പ്രവേശനവും ജീവിതവും യേശുക്രിസ്തുവിൻ്റെ മനുഷ്യനെന്ന നിലയിലുള്ള പ്രവർത്തനവും ഒക്കെയാണ് നമ്മൾ ഈ ഭാഗത്ത് മനസ്സിലാക്കുന്നത്. ഞാനിനിയും ആ പഠനത്തിലേക്ക് തുടങ്ങാൻ എനിക്കൊരു ബുദ്ധിമുട്ടാണ്. ഇനി എവിടെ തുടങ്ങേണ്ടി, എന്താ പറയേണ്ടത്, എവിടെ തീർക്കണം, പെട്ടെന്ന് എനിക്ക് അവസാനിപ്പിക്കാം. എന്നോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇനി സമയം അച്ഛൻ്റെയാണ്, അച്ഛൻ എടുത്തോളാൻ പോകും. എന്താ എൻ്റെ യാത്ര? എൻ്റെ യാത്ര വൈകിപ്പിക്കാനുള്ള പരിപാടിയാണ് അല്ലേ? ഞാൻ അതുകൊണ്ട് കൃത്യസമയത്ത് തന്നെ പോകാൻ തീരുമാനിച്ചിരിക്കുക. അതുകൊണ്ട് കഴിവതും പെട്ടെന്ന് അവസാനിക്കും. യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ പ്രവർത്തനവും ജീവിതവും പ്രായശ്ചിത്ത ബലിമരണവും യേശുക്രിസ്തുവിൻ്റെ സ്വർഗ്ഗാരം. ഞാൻ കൈകൂപ്പി പറയട്ടെ, എൻ്റെ ജീവിതത്തിൽ ഇത് പഠിച്ചപ്പോഴേ ഞാൻ ചിലയിടത്തൊക്കെ ഇത് പറഞ്ഞിട്ടുമുണ്ട്. ഞാൻ തനിച്ചിരുന്ന് സന്തോഷിച്ചിട്ടുണ്ട്. ഒപ്പം എൻ്റെ ഈ സന്ദേശം കേട്ടിട്ടുള്ളവർ എൻ്റെ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തി. നമ്മൾ പല കാര്യങ്ങളും വേണ്ടത്ര പ്രാധാന്യം നൽകി പഠിക്കുന്നില്ല എന്നുള്ള ഒരു വലിയ കുഴപ്പമാണ്. യേശുക്രിസ്തുവിൻ്റെ കന്യകാജനനം ഈ കഴിഞ്ഞ ദിവസം ഒരു സോഷ്യൽ മീഡിയയിൽ ഒരാള് പറഞ്ഞ ഒരു അബദ്ധപ്പഞ്ചാംഗമുണ്ട്. എന്താണെന്നറിയാമോ? അദ്ദേഹം പറഞ്ഞത് ബൈബിളിന് വെളിയിൽ ക്രിസ്തു ചരിത്ര പുരുഷനാണെന്ന് തെളിയിക്കാൻ യാതൊരു തെളിവുമില്ലെന്ന്. ഇയാളെയൊക്കെ ഊണംപാറയ്ക്ക് വിടണം. ഈ പറയുന്ന പാർട്ടികളെയൊക്കെ എന്താ ചെയ്യണം? ഇവൻ പറയുന്ന പാർട്ടികൾക്ക് അവൻ നല്ല ഒന്നാന്തരം വേറെയാണ്. അവൻ പറയുന്ന പാർട്ടികൾ ജനിച്ചത് എവിടെ? അവർ ജീവിച്ചിട്ടുണ്ടോ? അവരുടെ അപ്പൻ ആരാ? അവരുടെ അമ്മ ആരാ? അവരെവിടാ മരിച്ചെന്ന് ചോദിച്ചാൽ കൈയും മലത്തി മുകളിലോട്ട് വായും പൊളിച്ച് നിൽക്കുകയോ? അവനാ പറയുന്നത് എന്താ? ബൈബിളിന് പുറത്ത് യേശുക്രിസ്തു ചരിത്ര പുരുഷനാണെന്ന് തെളിയിക്കാൻ കഴിയത്തില്ലെന്ന്. എൻ്റെ പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിൻ്റെ ചരിത്രപരത തെളിയിക്കാൻ കഴിയുന്നത് പോലെ ലോകത്തിലെ മതങ്ങളുടെയോ ഇസങ്ങളുടെയോ നേതാക്കന്മാരിൽ ആരുടെയും ചരിത്രം തെളിയിക്കാൻ സാധിക്കില്ല. വ്യക്തമായ ചരിത്രമാണ്. ഞാൻ ഒരു വാചകത്തിൽ പറയട്ടെ, ഇതൊക്കെ എനിക്ക് വളരെ താല്പര്യമുള്ള വിഷയമാണ്. ഞാൻ എഴുതിയിട്ടുള്ള വിഷയങ്ങളുമാണ്. ഈ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ, ഒരു ചരിത്രകാരൻ എഴുതിയിരിക്കുന്നു, ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ പരിശോധനൊക്കെ പറയുന്നു, ഹിസ്റ്റോറിയൻ ആരുടെ? അവന്റെ കഥയാണ്, യേശുക്രിസ്തുവിന്റെ കഥയാണ്. എന്താ? കാലം പോകുന്നത്, ചരിത്രം പോകുന്നത് എവിടെ നിന്ന് എങ്ങോട്ടാ? പുറകോട്ട് പോകുന്നതും മുന്നോട്ട് വരുന്നതും ആരിൽ നിന്നാ? ഈ ആള് ജീവിച്ചിരുന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ ആ പുള്ളിയുടെ തലയ്ക്കകത്ത് ആൾ താമസമുണ്ട്. ചിന്തിച്ചു. BC എന്നും AD എന്നും കാലത്തെ വേർതിരിക്കുന്ന ചരിത്ര പുരുഷന്റെ പേരാണ് കർത്താവായ
യേശുക്രിസ്തു നമുക്ക് എത്ര അഭിമാനിക്കാൻ കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് TK അപ്പച്ചൻ എഴുതിയ പാട്ടൊക്കെ പാടുന്നുണ്ട് നമ്മളങ്ങ് സന്തോഷിക്കുന്നു. എന്തോ ഒരു അത്ഭുത പുരുഷൻ ക്രിസ്തു, തൻ്റെ മഹിമ നിസ്തുല. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ചില കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ വരും. അത് പറയുന്നത് നന്നായിരിക്കും അല്ലേ? ഞാനും MV തോമസ് എന്ന് പറഞ്ഞ ദൈവദാസനും കൂടെ ഈ പാട്ടെഴുതിയ ബഹുമാന്യനായ TK അപ്പച്ചനെ കാണാം സംസാരിച്ചു വന്നോടനെ വന്ന കൂട്ടത്തിൽ ഞാൻ TK അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ചാ ആ പാട്ട് ഒരു കാസറ്റിനകത്ത്, നിങ്ങൾക്ക് മനസ്സിലാക്കണം ആ കാസറ്റിനകത്ത് ഒരാൾ പാടി, അത് ധൃതിക്കാ പാടിയേക്കുന്നു, ആളുകൾക്കൊന്നും പിടികിട്ടത്തില്ല. അത് അങ്ങ് പെട്ടെന്ന് അങ്ങ് പാടി പോയേക്കുക. അത് ഇച്ചിരൂടെ സാവകാശം പാടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നല്ലോ. പിന്നെ ഇദ്ദേഹം പറയുകയാണ്, മകളെ ഈ പാടിയന്മാർക്കറിയാമോ ഞാനിതെങ്ങനെ എഴുതിയത്? ഞാൻ പറഞ്ഞു, കർത്താവിൻ്റെ ചരിത്രം, യേശുക്രിസ്തുവിൻ്റെ കന്യകാ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള ക്രിസ്തുവിൻ്റെ ചരിത്രം ഇടമുറിയാതെ എഴുതിയിരിക്കുന്ന ഒരു പാട്ടാണ് ഇത്. കർത്താവിൻ്റെ ചരിത്രം പഠിക്കണമെങ്കിൽ ഏത് പാട്ട് പഠിച്ചാൽ മതി? 2 പാട്ടുകളുണ്ട്. ഒന്ന് ശ്രീനരപതിയും, അത് സൈമൺ സാർ എഴുതി. മറ്റേത് TK എഴുതി. എൻ്റെ അപ്പൻ എന്നെ പഠിപ്പിച്ച ഈ 2 പാട്ട് കർത്താവിൻ്റെ ചരിത്രം പഠിപ്പിക്കാൻ. അന്ന് എത്ര വയസ്സാണ്? 3-ാം ക്ലാസ്സിലോ 2-ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്ത് എന്നെ കൈത്തണ്ടേ കിടക്കുക. അപ്പന്മാരോട് പറയാം കേട്ടോ, മക്കളെ നിങ്ങൾ ഈ മൊബൈലും കണ്ടുകൊണ്ട് കിടക്കരുത്, പിള്ളേരെ ഇതുപോലുള്ള കാര്യങ്ങൾ പാടി, അത് പാട്ടാവുമ്പോൾ പെട്ടെന്ന് പഠിച്ചോളും. അങ്ങനെ എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചതാണ് ഈ 2 പാട്ടുകൾ. ഇദ്ദേഹം പറയാണ്, മോനെ ഇവർക്കറിയത്തില്ല ഞാൻ ഈ പാട്ട് എഴുതിയത് എങ്ങനെയാണ്. എഴുതി ഇങ്ങോട്ട് വന്നിട്ട്, പാട്ടെ എഴുതി ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞ ഒരു വാചകം, ഞാനങ്ങ് പെരുകി. ഞാൻ അന്നാണ് ആ വാക്ക് എനിക്ക് അതിനർത്ഥം മനസ്സിലായി. ഞാനങ്ങ് പെരുകി, ഹിമാലയ പർവ്വതം പോലെ ഞാനങ്ങ് പെരുകി. എന്നിട്ട് ഞാൻ ചോദിച്ചതാണ്, മൃതിയെ വന്നവൻ ഉയർത്തെഴുന്നേറ്റു, ഇതിനെ എതിരാര് ഇങ്ങനെ പറയാൻ ധൈര്യമുണ്ട ഒരുത്തരുണ്ടെങ്കിൽ ഇങ്ങോട്ട് മാറി നിൽക്കടാന്നാണ് ഞാൻ എഴുതിയത്. ഹൃദിബോധം ലവമുള്ളവരെല്ലാം അടിപണിയും ഈ ദേവദാസന്മാർ എഴുതിയ പാട്ടൊക്കെ പാടുമ്പോൾ ആ ആത്മാവിൽ പാടണം. അവരെഴുതിയ ആ ആത്മാവ് ഉൾക്കൊണ്ട് വേണം പാടാൻ. കർത്താവായ യേശു ചരിത്ര പുരുഷനാണ്. ഒറ്റ വാക്കിൽ ഞാൻ പറയാം, യേശുക്രിസ്തുവിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന, അഥവാ കർത്താവിൻ്റെ സമകാലികരായിരുന്ന, കർത്താവിൻ്റെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ചരിത്രകാരന്മാർ എല്ലാവരും കർത്താവിൻ്റെ ചരിത്രം എഴുതി വച്ചിട്ടുണ്ട്. ചരിത്രകാരന്മാർ എഴുതി വച്ചു. അപ്പോൾ യേശുക്രിസ്തു ചരിത്ര പുരുഷനാണ്. എന്നാൽ നമ്മൾ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ കന്യകാ ജനനം ആദ്യം വരുന്ന കാര്യം അതാണല്ലോ, കർത്താവിൻ്റെ കന്യകാ ജനനം. ഇത് വിശ്വസിക്കാൻ നോക്കണം. ഇന്ന് ലോകത്തിലെ വലിയ ചിന്തകന്മാരൊക്കെ വിമർശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കർത്താവിൻ്റെ കന്യകാജനം. എങ്ങനെ അത് സാധിക്കും? ഇത് വെറും ഒരു കെട്ടുകഥയാണ്. ഇത് ചരിത്രത്തിൽ സംഭവിക്കുന്നതല്ല. അതാണ് അവരുടെ മതം, അവരുടെ അഭിപ്രായം. ഞാൻ ഒരു കാര്യം വേദപുസ്തകാടിസ്ഥാനത്തിൽ ഒന്ന് ചൂണ്ടിക്കാണിച്ചോട്ടെ. ലൂക്കോസ് സുവിശേഷം ആദ്യത്തെ 2 അധ്യായങ്ങൾ പഠിച്ച 2 സ്ത്രീകൾ ഗർഭം ധരിക്കുന്നുണ്ട്. 2 സ്ത്രീകൾ. ഏതൊക്കെയാ? ഒന്ന് എലിസബത്ത് എന്ന് പറഞ്ഞ വയോ വൃദ്ധ, അല്ലേ, വൃദ്ധയായ സ്ത്രീ. പിന്നെ മറിയ എന്ന് പറഞ്ഞ കന്യക.
ഇതിലാർക്കും ഒരു പ്രശ്നവും ഇല്ലാത്ത ഏതാണെന്നറിയാം? എലിസബത്ത് യോഹന്നാനെ പ്രസവിച്ചത് അവർക്കാർക്കും ഒരു വിഷയമല്ല. അതെന്താ? എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. ചേട്ടാ, അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടില്ല. ഏത്? മൃതപ്രായമായ ഗർഭാശയത്തിൽ യോഹന്നാൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് ജീവൻ നൽകിയ സ്വർഗത്തിലെ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി വിശ്വസിക്കാൻ പ്രയാസമില്ല. വിശ്വസിക്കാൻ പ്രയാസമുള്ളത് സജീവമായ ഒരു ഗർഭാശയമുള്ള യുവതിയായ കന്യകയായ ഒരു പെൺകുട്ടിയുടെ ഗർഭാശയത്തിൽ യേശുക്രിസ്തു എന്ന ലോകരക്ഷിതാവ് ജനിച്ചത് ഉരുവാക്കപ്പെട്ടതാണ്. ഇവർക്ക് വിശ്വസിക്കാൻ അവിശ്വസിക്കുകയാണെങ്കിൽ ഇത് രണ്ടിനെയും അവിശ്വസിക്കും. വിശ്വസിക്കുകയാണെങ്കിൽ ഇത് രണ്ടും വിശ്വസിക്കും. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിന്റെ കന്യകാ ജനനം സംബന്ധിച്ച് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിച്ച ഒരു കാര്യം, സ്ത്രീയുടെ സന്തതിയായി ജനിക്കണം എന്നുള്ളത് സ്വർഗത്തിലെ ദൈവത്തിന്റെ നിർണയമാണ്. ആ നിർണയത്തിന് പിമ്പിൽ ദൈവത്തിന് വലിയൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ആ ഉദ്ദേശത്തിന്റെ കാരണം ആദാമിന്റെ രക്തത്തിൽ യേശു ജനിക്കാൻ പാടില്ല. അതിന്റെ കാരണം എന്താ? ആദാമിന്റെ രക്തം മലിനപ്പെട്ട രക്തമാണ്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ജനനം ദൈവം പവിത്രമാക്കിയത് എങ്ങനെയാണ്? നമുക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും വേറൊരു വിഷയത്തോട് ബന്ധപ്പെടുത്തി അത് പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തില് മറിയയുടെ അടുക്കൽ ദൈവത്തിന്റെ ദൂതൻ വന്ന് യേശു കർത്താവിന്റെ ജനനം സംബന്ധിച്ചുള്ള കാര്യം വ്യക്തമാക്കുമ്പോൾ, അവിടെ 1-ാം അധ്യായം നോക്കുക, അതിൻ്റെ 26 മുതലുള്ള വാക്യങ്ങളാണ് ക്രിസ്തുവിന്റെ ജനനം സംബന്ധിച്ചുള്ള ദൂതന്റെ മറിയയോടുള്ള അരുളപ്പാട് ഉണ്ടാകുന്നു. മറിയോട് പറയുന്നു. അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷനും ഇല്ലാതെ, ഒരു ആമുഖവും കൂടാതെ ഈ ദൂതൻ മറിയോട് പറയുന്നത് എന്താ? നീ ഗർഭം ധരിച്ച് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. എന്താ ചെയ്യുക അല്ലേ എന്ന് വിചാരിച്ചു. ഒരു കന്യകയായ പെൺകുട്ടി വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ? മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കും. വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്നതെന്ന് മാത്രമല്ല, യഹൂദന്മാരുടെ കൾച്ചർ അനുസരിച്ച് വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ അവർ ഭർത്താവും ഭാര്യയുമാണ്. എന്നാൽ അവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട് കൂടിച്ചേരും മുമ്പ്. ഇവരെന്ത് ചെയ്തിട്ടില്ല? വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടുണ്ട്, എന്നാൽ കൂടിച്ചേർന്നിട്ടില്ല. കൂടിച്ചേരുന്നത് എന്നാ? വിവാഹത്തോടുകൂടെ ഇവർ കൂടി ചേരുകയുള്ളൂ. എന്നാൽ കൂടിച്ചേർന്നിട്ടില്ലെങ്കിലും വിവാഹ നിശ്ചയം കഴിഞ്ഞപ്പോൾ നിന്റെ ഭർത്താവായ യൂസഫ്, നിന്റെ ഭാര്യയായ മറിയ, ദൈവത്തിന്റെ ദൂതൻ പറയുക. അപ്പൊ ഇവരാരായി? വിവാഹ നിശ്ചയം കഴിഞ്ഞപ്പോഴേ ഭാര്യയും ഭർത്താവുമായി കഴിഞ്ഞു. ഇതിനൊക്കെ വേദശാസ്ത്രപരമായിട്ട് ഒരുപാട് അർത്ഥമുണ്ട് കേട്ടോ. ഈ വിവാഹബന്ധം എന്ന് പറഞ്ഞത് കുഞ്ഞുകളിയായിട്ട് ആരും കാണരുത്. ദൈവം ഇതിനെ കാണുന്നത്, വിവാഹത്തെ കാണുന്നത് ഏറ്റവും പരിപാവനമായ ബന്ധമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഹോളി മെട്രിമോണി എന്ന വിശുദ്ധ വിവാഹമെന്ന് വിവാഹത്തെ ബൈബിള് വിശേഷിപ്പിക്കുന്നത്. ഇതൊരു വിശുദ്ധാവസ്ഥയാണ്. ഇനിയും രാവിലെ കല്യാണം ഉറപ്പിച്ച് 9 മണി തൊട്ട് 10 മണി വരെ ഉറപ്പ്, 10 മണി തൊട്ട്
12 മണി വരെ കല്യാണം അല്ലേ? ഇപ്പം നടക്കും അല്ലേ? ഇപ്പോഴങ്ങനെയൊക്കെയല്ലേ നടക്കുന്നത്. ഞാൻ ഇതിനും സംബന്ധിച്ചിട്ടുണ്ട്, ഇങ്ങനെയുള്ളതിന് ഞാൻ സംബന്ധിച്ചിട്ടുണ്ട്. എന്നാൽ യഹൂദന്മാരുടെ ഇടയിൽ ആ പരിപാടി നടക്കത്തില്ല. വിവാഹ നിശ്ചയം കഴിഞ്ഞ് 1 വർഷം കുറഞ്ഞതുണ്ടാവും. എന്തിന്? വിവാഹത്തിന് വേണ്ടി. അപ്പോഴാണ് വിവാഹ നിശ്ചയം കഴിഞ്ഞ കന്യകയായ ഒരു യുവതിയുടെ അടുക്കൽ വന്നിട്ട് ദൂതൻ പറയുകയാണ്, നീ ഗർഭിണിയാകും, നിനക്കൊരു മകൻ ജനിക്കും, അവന് എന്ത് ചെയ്യണം? ദൈവം നമ്മോടുകൂടെ, മത്തായി സുവിശേഷത്തിൽ വായിക്കുന്നത് ദൈവം നമ്മോടുകൂടെ എന്ന് അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കണം, യേശു എന്ന് പേർ വിളിക്കണം. ഇതൊക്കെ തിരുവെഴുത്തിൽ നമ്മൾ കാണുന്നു. ഇവിടെ ആ സ്ത്രീ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആരാ? മറിയ ഒരു ചോദ്യം ചോദിക്കുന്നു. 34-ാം വാക്യം. അതിനു മുമ്പൊരു വാചകം കൂടെ ഉണ്ട്. എന്താ? മറിയ ദൂതനോട്, എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടോ ക്ലാസ്സിന്? മറിയ ദൂതനോട് ചോദിച്ച ചോദ്യം എന്താ? ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും? മറിയയ്ക്ക് പുരുഷനെ അറിയത്തില്ലേ? ജോസഫിനെ അറിയാമോ? അറിയാം. പക്ഷെ അവള് പറയുന്നത് എന്താ? ഞാൻ ഇതുവരെ ഒരു പുരുഷനെ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ വേദപുസ്തകം സൂക്ഷ്മമായിട്ട് പഠിച്ചില്ലെങ്കിൽ ഇതൊന്നും, ഈ വാക്കിന്റെ ഒന്നും അർത്ഥം പിടികിട്ടത്തില്ല. എന്താ പറഞ്ഞെന്നറിയുന്നു? കയീൻ തന്റെ ഭാര്യയെ പരിഗ്രഹിച്ചു, അവൾ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിച്ചു. എന്താ അവിടെ ഉപയോഗിച്ചേക്കുന്ന വാക്ക്? പരിഗ്രഹിച്ചു. പരിഗ്രഹിക്കുക എന്ന് പറഞ്ഞ അർത്ഥം, പരിഗ്രഹിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അല്ലാത്ത അർത്ഥമൊന്നും പറയരുത്. പരിഗ്രഹിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾക്ക് പരിഗ്രഹിപ്പാൻ മനസ്സുണ്ടെങ്കിൽ വരുവാനുള്ള ഏലിയാവ് ഇവൻ തന്നെയെന്ന് യോഹന്നാനെ ചൂണ്ടിക്കാണിച്ച് യേശു കർത്താവ് പറഞ്ഞു. എന്താ പരിഗ്രഹിക്കാൻ മനസ്സുണ്ടെന്ന് പറഞ്ഞാൽ? നിങ്ങൾക്ക് മനസ്സിലാക്കാൻ മനസ്സുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അറിയാൻ മനസ്സുണ്ടെങ്കിൽ. കയീൻ തന്റെ ഭാര്യയെ പരിഗ്രഹിച്ചു എന്നുള്ള ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. അതെങ്ങനെയാണെന്നറിയാമോ? കയീൻ ന്യൂ ഹിസ് വൈഫ് എന്നാണ്. മലയാളത്തിൽ പരിഗ്രഹിച്ചു എന്ന് വിവർത്തനം ചെയ്തിരിക്കുന്ന ആ വാക്ക് കയീൻ ന്യൂ ഹിസ് വൈഫ്. കയീൻ തന്റെ ഭാര്യയെ അറിഞ്ഞു. അപ്പോൾ അവൾ എന്ത് ചെയ്തു? ഗർഭം ധരിച്ചു, ഒരു മകനെ പ്രസവിച്ചു. അപ്പോൾ ഈ മറിയ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അർത്ഥം എന്താ? ഒരു ജനനം നടക്കത്തക്ക വിധത്തിൽ ഞാൻ ഒരു പുരുഷനെ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അതാ പറഞ്ഞത്. ഈ അറിവുണ്ടായാൽ എന്തുണ്ടാവും? ഒരു ജനനം അവിടെ നടക്കും. അതാണ് മറിയ പറഞ്ഞത്. എന്താ? ഞാൻ ഇതുവരെ പുരുഷനെ അറിഞ്ഞിട്ടില്ല, പിന്നെ ഈ ജനനം എങ്ങനെ നടക്കും? ഇതെങ്ങനെ സംഭവിക്കും? അതാണ് മറിയ ചോദിച്ച ചോദ്യം. അതിൻ്റെ ഉത്തരവാണ് ഈ ജനനത്തിൻ്റെ പ്രക്രിയ. ഈ ജനനത്തിൻ്റെ പിമ്പിൽ നടന്ന പ്രക്രിയ എന്താണെന്ന് ദൂതൻ പറഞ്ഞു കൊടുക്കുകയാണ്. 35-ാം വാക്യം. എന്താ? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ഒരു വിശുദ്ധ പ്രജ നിന്നിൽ എന്ത് ചെയ്യും? ഉത്ഭവിക്കും. ആ വിശുദ്ധ പ്രജയ്ക്കുടെ പേരെന്താണെന്നറിയാം?
ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും. കണ്ടോ, കന്യകാ ജനനത്തെക്കുറിച്ച് വേദപുസ്തകം വ്യക്തമായി, സുവ്യക്തമായി, അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാതെ പ്രകാശിപ്പിച്ചിരിക്കുന്ന അനുഗ്രഹീതമായ ദൈവവചന ഭാഗമാണിത്. യേശുക്രിസ്തു എങ്ങനെ ജനിച്ചു? ഒറ്റ വാക്ക്. മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിൽ ദൂതൻ പറഞ്ഞ എന്താണെന്നറിയാമോ? യോസഫേ, നിന്റെ ഭാര്യയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. 1-ാം അധ്യായം. നിന്റെ ഭാര്യയെ ചേർത്തുകൊള്ളുവാൻ 20-ാം വാക്യം. ശങ്കിക്കേണ്ട. അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാണ്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ജനനം നടന്നത് എങ്ങനെയാ? പരിശുദ്ധാത്മാവിനാൽ കർത്താവായ യേശുക്രിസ്തു ജനിച്ചു. അതിന്റെ പ്രോസസ്സ് പറഞ്ഞു, ദൂതൻ പറഞ്ഞു. നമുക്കത്രയും മനസ്സിലാക്കിയാൽ മതി. എന്താ? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അപ്പോൾ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ ഒരു ശക്തി വ്യാപരിക്കും. ആ ശക്തിയുടെ ഫലമായിട്ട് എന്തുണ്ടാവും? ഒരു മകൻ ജനിക്കും. ഇതായിരുന്നു ക്രിസ്തുവിന്റെ ജന്മം. ഞാനിത് വേറൊരർത്ഥത്തിലോട്ടൊന്ന് മാറ്റി വെക്കട്ടെ. വീണ്ടും ജന്മമില്ല. പിന്നെ നീ ബ്രദറുകാരനിൽ നിന്ന് ജനിച്ച ബ്രദറുകാരനായി. എനിക്ക് അക്കാര്യത്തിൽ സംശയമില്ല. ബ്രദറുകാരനിൽ നിന്ന് ജനിച്ച ഈ സംഭവം നടന്നോ? നിന്റെ ഉള്ളിൽ ഒരു വിശുദ്ധ പ്രജ ജനിച്ചോ? ആ വിശുദ്ധ പ്രജയാണ് എന്താ? വീണ്ടും ജന്മമെന്ന് വിളിക്കുന്നു. ആ വിശുദ്ധ പ്രജയ്ക്കുള്ള പേര് കേൾക്കണം. പുതിയ മനുഷ്യൻ. എന്താ? പുതിയ മനുഷ്യൻ. ഇതെങ്ങനെ ഈ പുള്ളി ഇതിനകത്ത് വരുന്നത്? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ. അപ്പോൾ എന്തുണ്ടാവണം? ഒരു വിശുദ്ധ പ്രജ നിന്നിൽ ഉണ്ടാകും. ഇതാണ് എന്ത്? പുതുജനനം അഥവാ വീണ്ടും ജനനം. ഇന്ന് ക്ലാസ് തീരാൻ പോവാണ്. ഇന്നത്തെ ക്ലാസ്, ഇപ്പോഴത്തെ ക്ലാസ് അവസാനിക്കാൻ പോവാ. ഞാൻ വ്യക്തമായി പറയട്ടെ, നീ മോളിൽ കാണും. മോളിലെന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ കാണും. സ്വർഗത്തിൽ കാണണമെങ്കിൽ ആരാധനയ്ക്ക് ചിന്ത പറഞ്ഞത് കൊണ്ടോ, ഈ ചിന്ത എന്നുള്ള വാക്ക് ഇന്ന് നമ്മൾ പറയുന്ന വാക്കായതുകൊണ്ട് ഞാൻ പറയാം, പാട്ട് പാടിയത് കൊണ്ടോ, പ്രസംഗിച്ചത് കൊണ്ടോ, ഓപ്പൺ എയർ മീറ്റിങ്ങിന് പോയത് കൊണ്ടോ, ലഘുലേഖ കൊടുത്തത് കൊണ്ടോ, ഔട്ട്റീച്ച് വർക്ക് നടത്തിയത് കൊണ്ടോ സ്വർഗത്തിൽ പോകത്തില്ല. എന്താ സംഭവിക്കണം? ഇത് നടക്കണം. പരിശുദ്ധാത്മാവിനാൽ ഒരു വിശുദ്ധ പ്രജ അകത്ത് ജനിക്കണം. ക്രിസ്തുവിന്റെ ജനനം എന്ന് പറയുന്നത് ഒരു സമ്പൂർണ്ണ മനുഷ്യന്റെ ഉത്ഭവമാണ്. മറിയുടെ ഗർഭാശയത്തിൽ നടന്നത്. ചരിത്രത്തിലേക്ക് കർത്താവ് പ്രവേശിച്ചു. വാക്കുവ്യത്യാസം വരുത്തുന്നത് ക്ഷമിക്കണേ, 7:30 കഴിഞ്ഞു. വാക്കുവ്യത്യാസം വരുത്തേ. എന്തിനായിരുന്നു ഇത്? എന്തിനാണ്? ഞാൻ തിരുവഴുത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യം ഒന്ന് വ്യക്തമാക്കട്ടെ. യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരം സംബന്ധിച്ച് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന ഒരു വചനം, ഒറ്റ വാക്യം ഒന്ന് ചൂണ്ടിക്കാൻ. 1 തീമോത്തിയോസ് 3:16. തീമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 3:16.
16. ഇത് ബൈലിംഗിലാണ്. അതിനകത്ത് രണ്ടും കൂടെ ഉണ്ടോ? ബൈലിംഗൽ ബൈബിൾ ഉള്ളവർ ഒന്ന് എടുത്തു വെച്ചോ. ഇംഗ്ലീഷും മലയാളം ഉള്ളവരൊന്ന് എടുത്തു വെച്ചോ. എന്താ? അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. മലയാളം ബൈബിളിൽ എഴുതിയിരിക്കുന്ന അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്നാണ്, അല്ലേ? ഇംഗ്ലീഷിൽ എങ്ങനെ എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? God was manifested in the flesh. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്നല്ല. ഇംഗ്ലീഷിൽ എങ്ങനെ? ഞാൻ പറഞ്ഞ പോലാന്ന്. God was manifested in the flesh. ആര്? യേശുക്രിസ്തു ചരിത്രപുരുഷനാണ്. 1. 2, യേശുക്രിസ്തു ദൈവ മനുഷ്യനാണ്. ദൈവവുമാണ്. പിന്നെ ഒപ്പം മനുഷ്യനുമാണ്. ദൈവത്തിന്റെ മനുഷ്യനെന്നല്ല, പിന്നെ ദൈവ മനുഷ്യൻ. അതിന് ഇംഗ്ലീഷിൽ ഉപയോഗിക്കാവുന്ന വാക്ക് ഗാഡ് മാൻ. ദൈവ മനുഷ്യൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ദൈവം എന്തു സ്വീകരിച്ചു? ജഡം. നമ്മുടെ ഈ ജഡത്തിൽ നിന്ന് ഒരല്പം വ്യത്യാസമുണ്ട്, അല്ലേ? നമ്മുടെ ഈ ജഡത്തിൽ നിന്ന് ഒരല്പം വ്യത്യാസം. എന്താ വ്യത്യാസം? പാപം ഒഴിയും. പക്ഷേ ആ പാപം ഒഴിയുക എന്നുള്ളത് മാത്രം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം ഏതായിരുന്നു? ദൈവത്തിന് സ്തോത്രം. എന്റെ കർത്താവ് സാക്ഷാൽ ദൈവം എന്നെ പോലെ ഒരു ജഡമെടുത്ത് ഭൂമിയിൽ വേണ്ടിയാണ്. കർത്താവ് ജഡം സ്വീകരിച്ചതിൻ്റെ 2 ലക്ഷ്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. ഞാൻ 2 ലക്ഷ്യങ്ങൾ ഒന്ന് ചൂണ്ടിക്കാണിക്കും. 1, ജഡം ഇല്ലാതെ പാപം വഹിക്കാൻ കഴിയില്ല. സ്തോത്രം. ഞാൻ നിങ്ങളെ ആരെയും ഉൾപ്പെടുത്തുന്നില്ല, എൻ്റെ കാര്യം മാത്രം പറയാം. നിങ്ങളെ ഒഴിവാക്കുന്നു എന്ന് വിചാരിക്കുക. എൻ്റെ പാപം എൻ്റെ കർത്താവിന് വഹിക്കണമെങ്കിൽ യേശുവിനൊരു ജഡം ആവശ്യമാണ്. സഹോദരി സഹോദരന്മാരെ, ദൈവത്തിന് രസം തോന്നിയപ്പോ ദൈവം മനുഷ്യനായിട്ട് വന്നതല്ല. ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. നമ്മുടെ പാപം ചുമക്കാൻ, സ്തോത്രം, കർത്താവിനൊരു ശരീരം വേണം. 2, ദൈവത്തിന് മരണമില്ല. ദൈവത്തിന് മരണമില്ല. പാപത്തിന്റെ ശമ്പളം എന്താ? മരണം. എൻ്റെ പാപത്തിന്റെ പരിഹാരം സാധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പാപം വഹിച്ചാൽ മാത്രം പോരാ, എൻ്റെ പാപത്തിന്റെ ശിക്ഷയായ നരകം, മരണം കർത്താവ് അനുഭവിക്കണം. ദൈവത്തിന് സ്തോത്രം. യേശു കർത്താവ് ചരിത്രത്തിലേക്ക് പ്രവേശിച്ചത്, ഒരു ജഡം സ്വീകരിച്ചത് മാനവജാതിയുടെ സമ്പൂർണമായ വിമോചനത്തിന് വേണ്ടിയാണ്, പാപ പരിഹാരത്തിന് വേണ്ടി. ഒരു വചനം നിങ്ങൾ എഴുതിയിട്ടുള്ളത് വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. എബ്രായ ലേഖനം 2:14. മക്കൾക്ക് എന്തുണ്ട്? മക്കളെന്ന് പറഞ്ഞാൽ മനുഷ്യൻ. മനുഷ്യർക്ക് എന്തുണ്ട്? ജഡമുണ്ട്, പിന്നെ രക്തമുണ്ട്. നമ്മൾ ജഡരക്തങ്ങളോടുകൂടി ഒരാകുന്നുണ്ട്. യേശു കർത്താവ് എന്ത് ചെയ്തു? ജഡനെ നമ്മളെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവനാണ്. ജഡം വേണം എന്തിന്? പാപം വഹിക്കാൻ. രക്തം വേണം എന്തിന്?
പാപം ചൊരിഞ്ഞിട്ടല്ലാതെ. ദൈവത്തിന് സ്തോത്രം. കാൽവരിയിലെ കുലമരത്തിലേക്ക് ഇന്ന് രാത്രി നമ്മുടെ ദൃഷ്ടി ഒന്ന് ഉയരട്ടെ. നമ്മുടെ പാപം ചുമന്ന് നമ്മുടെ പാപത്തിന്റെ ശിക്ഷയായ നരകം അനുഭവിക്കുന്ന ദൈവപുത്രനെ സാക്ഷാൽ മനുഷ്യത്വം സ്വീകരിച്ച നമ്മുടെ കർത്താവിനെ ആ ക്രൂശിൽ കാണാം. ആ ചങ്കിൽ നിന്ന് വാർന്നൊഴുകുന്ന രക്തം, ഇനിയും രക്തം ആ ശരീരത്തിലില്ല. ആ രക്തത്തെ നോക്കി യോഹന്നാൻ പറഞ്ഞു നമ്മൾക്ക് പറയാം, ദൈവപുത്ര, എൻ്റെ വിലയേറിയ രക്തം എൻ്റെ സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിച്ചതിനായി സ്തോത്രം. ഞാൻ നിർത്തുക അവിടെ. കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ മാനവ ചരിത്രത്തിലേക്ക് പ്രവേശിച്ച് മാനവവർഗത്തിന്റെ പാപത്തിന് പരിഹാരം സാധിപ്പിച്ച കർത്താവായ യേശു ക്രിസ്തു സാക്ഷാൽ ദൈവം ആരായി വന്നു? മനുഷ്യനാണ്. ഈ അനുഗ്രഹീതമായ ചിന്തയിൽ ഇവിടെ ഞാൻ നിർത്തുകയാണ്. മനുഷ്യത്വത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തുടർന്നുള്ള കാര്യങ്ങളൊന്നും അവൻ്റെ ജീവിതം ഞാൻ ചിന്തിച്ചേയില്ല. നമ്മൾ ചിന്തിച്ചേയില്ല. കർത്താവ് പഠിപ്പിച്ച ഉപദേശങ്ങൾ നമ്മൾ ചിന്തിച്ചില്ല. 3, കർത്താവ് പറഞ്ഞ ഉപമകൾ നമ്മൾ നോക്കിയില്ല. 4, യേശു കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചത്. ക്രിസ്റ്റോളജിയിൽ വിട്ടുകളയാൻ പാടില്ലാത്ത അതിപ്രധാന വിഷയങ്ങളാണ്. ഞാൻ അവിടുന്ന് കർത്താവിൻ്റെ ക്രൂശ് മരണത്തിൽ വന്ന് നിർത്തട്ടെ പ്രിയപ്പെട്ടവരെ. അത് കഴിഞ്ഞ് വേറെ പല കാര്യങ്ങളുണ്ട്, സ്വർഗാരോഹണം ഉൾപ്പെടെ. നമ്മൾ ഈ സ്വർഗാരോഹണമൊന്നും അധികം പ്രാധാന്യം നൽകി ചിന്തിക്കാറില്ല. നമ്മുടെ കർത്താവ് നമ്മൾക്ക് വേണ്ടി ചെയ്ത വൻ കാര്യങ്ങളെ ധ്യാനിച്ച് കർത്താവിന് സ്തോത്രം ചെയ്ത് നമ്മുടെ കർത്താവിനെ നമ്മൾക്ക് ആരാധിക്കാം. ഈ വചനങ്ങളാൽ